2004 ബഹുമാനപ്പെട്ട സിന്ധു സിസ്റ്ററിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട കാലം മുതൽ എന്നെ സ്വന്തം അനിയനെ പോലെ തന്നെ കരുതുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ജീവിതത്തിലെ എത്രയോ നിമിഷങ്ങളിൽ എൻ്റെ സങ്കടങ്ങളിൽ കൂടെ നിന്ന ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ. ഞാനൊരു വൈദികനായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സിസ്റ്റർമാരിൽ ഒരാൾ. സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു വിശുദ്ധനായ വൈദികനാകണമെന്ന് എന്നോട് പലപ്പോഴും പറയാറുള്ള ബഹുമാനപ്പെട്ട സിന്ധു സിസ്റ്റർ ജീവിതത്തിലെ എത്രയോ നിമിഷങ്ങളിൽ എനിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ സെൻ്റ് ആൻസ് ദേവാലയത്തിൽ ഞാൻ ആദ്യമായി ലക്ഷണറി വായിക്കുമ്പോൾ എൻ്റെ ശബ്ദം കൊള്ളാമെന്ന് എന്നോട് ആദ്യമായി പറഞ്ഞത് ബഹുമാനപ്പെട്ട സിന്ധു സിസ്റ്ററാണ്. നീ അച്ഛനാകുമ്പോൾ നിന്റെ പ്രസംഗം വളരെ നല്ലതായിരിക്കുമെന്ന് എന്നോടെപ്പോഴും പറഞ്ഞ് എന്നെ പ്രചോദിപ്പിച്ചിരുന്ന ഒരു സിസ്റ്റർ. ഒരുപക്ഷെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ കൂടുതൽ പരിപോഷിപ്പിച്ചിട്ടുള്ള, എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള, എൻ്റെ ദേവാലയ ശുശ്രൂഷകളിലുമൊക്കെ എന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും എടാ കൊച്ചേ നീ കുറച്ചുകൂടെ സ്മാർട്ടാവണമെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാൾ. ഇവനെ ഞാൻ കാണുന്ന എപ്പോഴാണെന്നറിയോ? എൻ്റെ പ്രൊഫഷൻ കഴിഞ്ഞ് 3-ാമത്തെ വർഷം, അതായത് 22 വർഷത്തിന് മുമ്പ് കണ്ട. പിന്നെ ഞാൻ കാണുന്നത് പിന്നെ നമ്മൾ ഏകദേശം കണ്ടിട്ട് ഇപ്പം എത്ര വർഷമായി? സെമിനാരിൽ നിന്നിറങ്ങിയ സമയത്ത് ഞാൻ പുത്തൻതോപ്പിൽ ചെല്ലുകയും ബഹുമാനപ്പെട്ട സിന്ധു സിസ്റ്ററിനെയും ജോസ് തെരേസ സിസ്റ്ററിനെയും നേരിട്ട് കാണുകയും അവരോട് രണ്ടുപേരോടും മാപ്പ് പറയുകയും എന്നാൽ രണ്ടുപേരും എന്നോട് ക്ഷമിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നെ ക്ഷമയോടെ കേട്ടിരിക്കുകയും എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും ചെയ്തതിന് ഞാൻ അങ്ങനെയാണ് സിന്ധു സിസ്റ്ററിനോട് നന്ദി പറയുക. ജീവിതത്തിലെപ്പോഴോ പിന്നീട് ഒരു ഒളിച്ചോട്ടമായിരുന്നു. പലപ്പോഴും സിസ്റ്ററിനെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും കഴിയാതെ ഞാനിങ്ങനെ നേരിൽ കാണാതെ ഒളിച്ച് ജീവിക്കുകയായിരുന്നു. എങ്കിലും ജീവിതത്തിൽ എൻ്റെ നന്മകൾ മാത്രം കാക്ഷിച്ചിട്ടുള്ള സ്നേഹബഹുമാനം നിറഞ്ഞ സിന്ധു സിസ്റ്റർ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെ മരണം വരെ എനിക്ക് മറക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട പീറ്റർ ബിനുവച്ചൻ വികാരിയായിരുന്ന കാലത്ത് മതബോധന വിഭാഗം നടത്തിയ ടൂറിന് ഞാനും ചെല്ലണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. എന്നാൽ ടൂറിൻ്റെ ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, ബസ്സിൽ പോകാൻ സ്ഥലമില്ല, നീ വരണ്ട എന്ന്. അന്ന് ആകെ വിഷമിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛന് നിന്നോട് പറയാനല്ലേ സ്വാതന്ത്ര്യമുള്ളൂ, വേറൊരു അധ്യാപകരോട് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചതുമൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും കണ്ടുമുട്ടിയപ്പോഴും 22 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതേ സ്നേഹത്തോടും പരിഗണനയോടും കൂടി എന്നോട് സംസാരിക്കുകയും ആ പഴയ ചേച്ചിയായി തന്നെ എന്നെ ഉപദേശിക്കുകയുമൊക്കെ ചെയ്തതിന് 1000 നന്ദി. തമ്പുരാനൊരു വരയുണ്ട് മുന്നിൽ, ആ വര എന്തായാലും നിവർത്തിക്കപ്പെടും, ഉറപ്പാണ്. നീ എങ്ങനെ കിടന്ന് കൂടുതൽ മറിഞ്ഞിരുന്നാലും തമ്പുരാൻ പിടിച്ചൊതുക്കുമെന്ന് ഉറപ്പ് തന്നെ, കേട്ടല്ലോ. എൻ്റെ വേദനകളിൽ കൂടെ നിന്നതിനും എനിക്കുവേണ്ടി പ്രാർത്ഥിച്ചതിനും എന്നെ സ്നേഹിച്ചതിനുമൊക്കെ 1000 നന്ദി പ്രിയപ്പെട്ട സിന്ധു സിസ്റ്റർ. സന്യാസ ജീവിതത്തിൽ നീണ്ട 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ രജത ജൂബിലിയുടെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആത്മാർത്ഥമായി നേർന്നുകൊള്ളുന്നു. ദൈവം പ്രിയപ്പെട്ട സിന്ധു സിസ്റ്ററിലൂടെ ചെയ്ത എല്ലാ നന്മകൾക്കും 1000 നന്ദി. ദൈവം പ്രിയപ്പെട്ട സിസ്റ്ററിനെ, എൻ്റെ ചേച്ചിയെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.